ഒറ്റപ്പാലം ആശുപത്രി ക്യാന്റീൻ ചില സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് പൂട്ടിയിടുകയായിരുന്നുവെന്ന് നഗരസഭാ കൗൺസിലർ ഗോപൻ ആരോപിച്ചു. ക്യാന്റീൻ തുറന്നു പ്രവർത്തിക്കാൻ അടിയന്തര നടപടി വേണമെന്നും ഗോപൻ പറഞ്ഞു. ആശുപത്രി ക്യാന്റീൻ ജനോപകാരപ്രദമായ രീതിയിൽ എത്രയും പെട്ടെന്ന് തുറന്നു പ്രവർത്തിക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് നഗരസഭാ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ ഗോപൻ ACVയോട് പറഞ്ഞു. നഗരസഭാ അധ്യക്ഷയും ആശുപത്രി സൂപ്രണ്ടും പുറത്തുനിന്നുള്ള ഹോട്ടലുകൾക്ക് ഒത്താശ ചെയ്യുന്നു എന്നാണ് ആരോപണം. ഓഫീസിൽ നിന്നുള്ള നോട്ടീസ് കൊടുക്കലൊക്കെ ആയിട്ട് ആ ക്യാന്റീൻ വീണ്ടും പൂട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവർ പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ആളുകളായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഒറ്റപ്പാലം നഗരസഭയിൽ നിന്ന് ലൈസൻസ്, ആ ബിൽഡിങ്ങിന് ലൈസൻസിന് അനുവദിക്കണമെങ്കിൽ നമ്പർ വേണം, ആ നമ്പർ അനുവദിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അവർ നഗരസഭയിൽ അന്വേഷിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് നഗരസഭയിൽ നിന്ന് അങ്ങനെ സാധാരണ സർക്കാരിൻ്റെ സാധനങ്ങൾക്കൊന്നും അങ്ങനെ നമ്പർ ഇട്ട് കൊടുത്തിട്ടില്ല എന്നുള്ള വിചിത്രമായൊരു വാദമാണ് ഇവിടുന്ന് അറിയിച്ചതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇത് ജനങ്ങളെ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കൂട്ടിരിപ്പ് രോഗികൾക്ക് ഒരു മുൻപ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും ഒരു ചൂടുവെള്ളമെങ്കിലും കിട്ടണമെങ്കിൽ ആ ആളുകൾക്ക് അതിന് കിട്ടാൻ പുറത്തുള്ള കടക്കാർ കൊടുക്കുന്നില്ല, അവരുടെ ഇടയിലേക്ക് പോകേണ്ട ഒരവസ്ഥ. അതൊക്കെ മാറ്റം വരണമെങ്കിൽ ഈ ഒരു ക്യാന്റീൻ കൃത്യമായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇവിടെ അത് കൃത്യമായിട്ട് നടക്കുമായിരുന്നു. ഇപ്പോൾ അത് നല്ല രീതിയിൽ നടന്നു പോകുമ്പോൾ ഇത് ആരുടെയാണ് ഇത് പൂട്ടിക്കൊണ്ടുപോകണം എന്നുള്ള ആവശ്യം എന്നുള്ളതാണ് നമുക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്തത്. മുൻപിലുള്ള ഏതെങ്കിലും ആൾക്കാർക്ക് വേണ്ടിയിട്ട്, മറ്റു ഹോട്ടലുകാർക്കോ മറ്റു സംവിധാനങ്ങൾക്കോ വേണ്ടിയിട്ട് ആ ക്യാന്റീൻ പൂട്ടിക്കാൻ ഇപ്പോൾ നഗരസഭയോ അല്ലെങ്കിൽ അതിൻ്റെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് ശ്രമം നടത്തുന്നുണ്ടോ എന്ന് പോലും ഞങ്ങൾക്കിപ്പോൾ സംശയമായിട്ടിരിക്കുകയാണ്. ക്യാന്റീൻ നടത്താൻ ആളില്ലാതെ കിടന്നിരുന്ന സമയത്ത് 3 പെൺമക്കളുള്ള ഒരു പ്രവാസി ക്യാന്റീൻ നടത്തിപ്പ് ഏറ്റെടുക്കുകയായിരുന്നു. വിലവിവര പട്ടിക പ്രദർശിപ്പിച്ചില്ലെന്ന കാരണം പറഞ്ഞാണ് ക്യാന്റീൻ നടത്തിപ്പുകാരന് നോട്ടീസ് നൽകി അടച്ചുപൂട്ടാൻ തീരുമാനമായത്. ഇത് ജനങ്ങളോടും ഇവിടെയെത്തുന്ന രോഗികളോടുമുള്ള കടുത്ത വെല്ലുവിളിയാണെന്നും ഗോപൻ ആരോപിച്ചു. എത്രയോ കാലം ഇത് അടഞ്ഞു കടന്ന് ഇപ്പോൾ അതൊന്ന് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ആ രീതിയിൽ അതിനെ പൂട്ടിക്കാൻ വേണ്ടി നോട്ടീസ് കൊടുക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവാസിയെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. 3 കുട്ടികളുള്ള 3 പെൺമക്കളുള്ള അയാൾ ഒരുപാട് കാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചിട്ട് ഒരു ബിസിനസ് എന്ന രീതിയിൽ ഇവിടെ വന്ന് അത് തുടങ്ങുകയും ഒരുപാട് പൈസ ഇറക്കി ഇപ്പോൾ അതൊന്ന് തുടങ്ങിയ എല്ലാ ജനങ്ങൾക്ക് ഉൾപ്പെടെ അതിനകത്ത് ഉപകാരമായിട്ട് വരുന്ന സമയത്താണ് ഇപ്പം സർക്കാരിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നോട്ടീസ് കൊടുത്ത് അവരെ പൂട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല അവർ പറയുന്നത് വില നിലവാര പട്ടിക ഇല്ല, അങ്ങനെയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കണം, അതിനകത്ത് പോയി കഴിഞ്ഞാൽ കൃത്യമായി വില നിലവാര പട്ടികയൊക്കെ അതിനകത്ത് തുടക്കം മുതലേ അവരതിനകത്ത് അത് സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ വരുന്ന സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ അവിടെ പോയി ചായ കുടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അന്നൊക്കെ കാണുന്ന ഈ ഒരു വില നിലവാര പട്ടിക ഇന്നലെ തൂക്കിയില്ല എന്നും പറഞ്ഞിട്ട് അവരവിടെ നോട്ടീസ് കൊടുക്കുമ്പോൾ ഇത് ആരെ സംരക്ഷിക്കാനാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടി ഒത്താശ നൽകാനാണ് ഇവരിതൊക്കെ ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത് 2 ദിവസത്തിനകത്ത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ വ്യക്തമായി പറയാം, ഞങ്ങൾ കൗൺസിലേഴ്സിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ, ഞാൻ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അതിനെതിരെ സമരപരിപാടികളുമായിട്ട്